നമ്മൾ കൊടൈക്കനാലാണ്. മഞ്ഞുമൽ ബോയ്സ് പോയ പോലത്തെ സ്ഥലത്തോട്ടാണ് കൊടൈക്കനാൽ. പിന്നെ അവിടെ കുറേ സ്ഥലത്തൊക്കെ പോകും. പിന്നെ മഞ്ഞുമൽ ബോയ്സ് പോയ പോലെ നമ്മളെ കേവിലൊക്കെ പോകും. പിന്നെ നമ്മൾ ട്രെയിനിലാണ് പോണേ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതെന്റെ കസിൻ സിസ്റ്റേഴ്സ് ആണ്. ഇത് ശ്രീകുട്ടി, പിന്നെ ഇത് കുട്ടു. ഹായ് പറ. എന്തായാലും നമുക്ക് ബോട്ടിങ്ങിൽ പോവാണ്. എന്തായാലും നമുക്ക് ബോട്ടിങ്ങിൽ പോകുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും കം ഓൺ ഫോളോ മീ ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. എനിക്ക് മുന്നേ നമ്മൾ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതിൽ കയറി നല്ല രസമാണ്. ലേക്ക് പോയിൻ്റാണ് ബോട്ടിങ്ങിൻ്റെ സ്ഥലം. ഗൈസ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നല്ല റഷാണ്. നല്ല വെയിറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ മയങ്ങിപ്പോയി. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഞാൻ എക്സൈറ്റഡ് ആണ്. ഓക്കെ അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ട്. നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടണം. അപ്പോൾ ഗൈസ് നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ അങ്കിൾ ഐസ്ക്രീം വിൽക്കലായിരുന്നു. പക്ഷെ എനിക്ക് ജലദോഷമായതുകൊണ്ട് അമ്മയും അച്ഛനും എന്നെ കഴിക്കാൻ വിട്ടില്ല. ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ അടുത്തത് കയറിയത് ഫൺ ഹൗസിലേക്കാണ്. ഇവിടെ ഹോണ്ടഡ് ഹൗസ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കയറാൻ വേണ്ടി വീട്ടുകാർ സമ്മതിച്ചില്ല. ഏതായാലും ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കയറും, അത് ഉറപ്പാണ്. ഓക്കെ നമ്മളിപ്പോൾ കുറേ ഗെയിംസൊക്കെ കളിച്ചിട്ട് അന്നത്തെ ഡേ എൻഡ് ചെയ്തു ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ് എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഈ കാർ ഗെയിം. അത് നല്ല സൂപ്പറായിരുന്നു. ഇതൊരു വലിയ സംഭവമാണ് ഗൈസ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഗായ്സ് ഈ ഗൺ എന്നെക്കാൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് പൊക്കി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഹായ് ഗായ്സ്. ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് കൊടൈക്കനാലാണ്. എന്നാൽ നമ്മളൊന്ന് കുറേ സ്ഥലത്തോട്ട് പോകും, നിങ്ങൾക്കത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഗുണാക്കേവിലോട്ട് പോകും. ഗുണാക്കേവ് എന്നല്ല വെച്ച പേര്. എന്തായാലും ഗുണാക്കേവിക്കൊക്കെ പോകും. അപ്പോൾ അത് എന്നെ കാണണമെന്ന് വെച്ചാൽ ഫോളോ മീ. ഗായ്സ് ഇവിടുന്ന് ഗുണാക്കേവിക്കുള്ള യാത്ര തുടരുകയാണ്. ഇവിടെ ഈ റോഡ് നല്ല വളവാണ്, അതോടെ ഛർദിച്ച ഒരു പരുവായി. അപ്പോൾ ഇതാണ് മോറി വ്യൂ പോയിന്റ്. ഇവിടെ നല്ല മഞ്ഞും പിന്നെ ഒരു ഗോൾഡൻ ബുൾഫോൺ ഉണ്ട്. ഞാൻ ചേച്ചി ശരിക്കുള്ളതാണ്, പക്ഷേ ഞാൻ ചമ്മിപ്പോയി. അത് ഉണ്ടാക്കിയതായിരുന്നു കല്ല് വെച്ചിട്ട്. ഗൈസ് ഇവിടുന്ന് ദൂരത്ത് നോക്കുമ്പോൾ ഒരാൾക്കാരും കാണാനില്ല, അത്രയും സ്നോയാണ്. ഇവിടെ ഫുള്ള് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞാണ്, ഒന്നും കാണാൻ എനിക്കുണ്ടായിരുന്നു. വാവ് ഗൈസ് ഇത് നോക്കൂ, മഞ്ഞ്. അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത് വൈൻ ഫോറസ്റ്റ് ആണ്. ഇവിടുത്തെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. ഗൈസ് വൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറണം വെച്ചാൽ 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് കയറണം.
ഫോളോ മീ. ഗൈസ് ഇതാണ് ഗുണ കേവ് എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറാൻ. ഗൈസ് അപ്പോൾ നമ്മൾ ഓരോരോ പടി ചവിട്ടിയിട്ട് മുകളിലേക്ക് കയറുകയാണ്. ഗൈസ് മഞ്ഞ് കൊണ്ടിട്ട് ഗുണ കേവ് എന്നെ കാണാനില്ല. ഗൈസ് ഇവിടെ നല്ല തിരക്കാണ് ഗുണ കേവ് കാണാൻ വന്ന ആൾക്കാർക്കൊക്കെ. ഗൈസ് ഞാനൊരു ഗുണ കേവിൻ്റെ ഉള്ളിൽ ചാടി ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അതാണ് ഈ വീഡിയോ. ഗൈസ് റോക്കിൻ്റെ നടുക്കിലൊക്കെ വലിയ കുഴി. ഗൈസ് നല്ല ഡീപ്പായ ഒരു കേവ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പേടിച്ചു പോയി. ഞാൻ അതിൻ്റെ അരികത്ത് പോലും ഒന്നും പോയി നോക്കിയിട്ടില്ല ഗൈസ്. ഇതിൻ്റെ മേളിൽ കയറി നമുക്ക് മൗണ്ടെയിൻസ് എല്ലാം കാണാൻ പറ്റും. പക്ഷെ മഞ്ഞ് പറഞ്ഞാൽ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. ചില ആൾക്കാരൊക്കെ ഈ കേവിൻ്റെ മുകളിൽ കൂടെ കയറിയായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ ഗൈസ് ഞാൻ കയറിയില്ല. ഗൈസ് നമ്മൾ ഗുണ കേവ് കണ്ടു കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് പില്ലർ റോക്കിക്കാണ്. അപ്പോൾ നമ്മൾ കുറേ ദൂരത്ത് ഒരു ആന കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു റിയലാണ്. പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവണേ അത് ഫേക്കാണ് എന്ന്. ഗൈസ് ഈ പൂ കണ്ടോ ഗൈസ്? ഇവിടെ ഇത് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. അതൊരു കണ്ടിട്ടേ ഇരിങ്ങനത്തെ പൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡു കമൻറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ഗോൾഫ് ക്ലബിലെത്തിയിട്ട് ഇവിടെ മൊത്തം ഗ്രീനറിയാണ്. ഗൈസ് അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഗോൾഫ് കളിക്കുന്നുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. ഞങ്ങളപ്പോൾ ഗോൾഫ് ക്ലബിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പെട്ടെന്ന് മഞ്ഞ് ഞങ്ങളുടെ അടുത്ത് കയറുന്ന പോലെ തോന്നി. അപ്പോൾ നല്ല രസമായിരുന്നു. ഇതാണ് ഗ്രീൻ വാലി. നമ്മളിവിടെ സൂസൈഡ് പോയിൻ്റാണ്. എന്തായാലും ഇവിടെ നല്ല മഞ്ഞായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല എനിക്ക്. ഗൈസ് ഇവിടെ ഒരുപാട് ടോയ്സൊക്കെ വാങ്ങുന്ന സ്ഥലമുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങും. അത് എനിക്ക് ഉറപ്പാണ്, അറിയാം. ഗൈസ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറേ ഈ ഹോൾസിനുണ്ട്. എനിക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടമായി. ഗൈസ് നിങ്ങൾക്ക് രാവിലെ നീട്ടി ജോഗിങ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഗൈസ് ഭക്ഷണം കഴിക്കുക ഈ ഹോട്ടലിനാണ് കയറി. നല്ല ടേസ്റ്റി ഭക്ഷണമായിരുന്നു. ഗൈസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ അൺലിമിറ്റഡ് ഫുഡ് കഴിക്കുക. ഈ ആൻറ്റി ഇങ്ങനെ വിളമ്പി തരും. എത്ര വെച്ചാലും കഴിക്കുന്ന ഒരു കുഴപ്പമില്ല ഗൈസ്. ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ കൊടൈക്കനാൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ്. ഫൈനലി നമ്മൾ ബ്രാൻഡ് പാർക്കിലേക്കാണ് കയറാൻ പോകുന്നത് ഗൈസ്. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. ഗൈസ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. ഗൈസ് ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കും പിന്നെ ഫ്ലവേഴ്സ് പാർക്കും ഒക്കെ നല്ല രസമായിരുന്നു. ഗൈസ് ഇവിടെ ഞാൻ കാണാത്ത കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കി കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇവിടെ തന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കയറി തകർത്തു.
ഗൈസ് അപ്പോൾ നമ്മൾ ഈ പാർക്കാണ് നല്ല രസമാണ്, എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ഉറപ്പായിട്ട് ഈ പാർക്കിൽ കയറണം. പക്ഷേ ഈ മരത്തിൽ നല്ല അടിയിട്ടാണ്. ഗൈസ് അപ്പോൾ കൊടൈക്കനാൽ യാത്ര അവസാനിച്ചു. ഇത്രയും എൻ്റെ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് 500K ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.